everyone, welcome to Ejupod Plus One. It's me and Nafi. എല്ലാവർക്കും മക്കളെ Ejupod Plus One ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നാളെ നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ മോഡൽ എക്സാം നടക്കാൻ പോവാണ്. ആ മോഡൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും അതിൽ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും ഒക്കെ നമ്മൾ പറയാൻ പോവാണ്. ഓരോ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്ലസ് വൺ ഹിസ്റ്ററിയിൽ 10 ചാപ്റ്റർ ആണ്. അതേപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു കൊല്ലത്തേക്ക് പാസ്സായി. 24+24 48 മാർക്ക് നേടിയാൽ നിങ്ങൾ 2 കൊല്ലത്തേക്കും പാസ്സായി. 10 ചാപ്റ്റർ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് ആണ് ഒന്നാമത്തെ ചാപ്റ്റർ കേട്ടോ. പലർക്കും ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം ആയിരിക്കും എടുത്തിട്ടുണ്ട്. ശരിക്കും ഗവൺമെന്റ് ഇറക്കിയ ഓർഡർ അനുസരിച്ച് റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് ആണ് ഒന്നാമത്തെ ചാപ്റ്റർ. ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം കുറച്ച് പോർഷൻസ് ഒഴിവാക്കിയിട്ട് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് എന്ന പേരിൽ മൂന്നാമത്തെ ചാപ്റ്റർ ആക്കിയിട്ടുണ്ട്. ഈ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫിൽ നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് ജോഗ്രഫി, ഭൂമിശാസ്ത്രം, ഈ സിഗ്നിഫിക്കൻസ് ഓഫ് അർബനൈസേഷൻ എന്ത് ചെയ്യും, 8 മാർക്കിന്റെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിറ്റീസ്, ടെമ്പിൾസ് ഒക്കെ എക്സാമിന് ചോദിക്കും. ക്യൂണിഫോം എന്ത് ചെയ്യാറുണ്ട്, 8 മാർക്കിന്റെ എസ്സേ ചോദിക്കാറുണ്ട്. ഇത് രണ്ടും മാരിയും കോൺട്രിബ്യൂഷൻ മെസപ്പൊട്ടോമിയും 6 മാർക്കിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. ഇത്രയും ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു വെക്കണം. രണ്ടാമത്തത് എൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സിൽ പ്രിൻസിപ്പേറ്റ് 2 മാർക്കിന് ചോദിക്കും. ലേറ്റ് എംപയറിനെ കുറിച്ചിട്ട് 3 മാർക്ക് ചോദിക്കും. സോഷ്യൽ ഹൈറാർക്കി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക ശ്രേണികൾ 4 മാർക്കിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ട് 8 മാർക്കിന്റെ എസ്സേ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ 3 ടോപ്പിക്കുകൾ, അതായത് റോമൻ എംപയറിന്റെ ലാംഗ്വേജ്, ലിറ്ററസി, ഫാമിലി സിസ്റ്റം, സ്ലേവറി എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഈ 2 ടോപ്പിക് കൂടി കൂട്ടിച്ചേർത്തിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, 8 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ റോമിൽ എക്കണോമിക് എക്സ്പാൻഷനും അവിടുത്തെ തൊഴിലാളികളുടെ അവസ്ഥയും എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 8 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 3rd സെഞ്ചുറി ക്രൈസിസ് 3 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ഡയോക്ലീഷ്യനും കോൺസ്റ്റന്റൈനും ചെയ്ത കാര്യങ്ങൾ 4 മാർക്കിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 3ാം ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ 4 മാർക്കിനും 6 മാർക്കും ചോദിക്കുന്നതാണ്. ഈ ഒരു ഫുഡ് കളക്ഷൻ, ടൂൾസ്, ലാംഗ്വേജ്, ഷെൽട്ടർ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, 6 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ പബ്ലിക് എക്സാമിന് ചോദിച്ചാണ് ഇത് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും റീപ്ലേസ്മെന്റ് മോഡലും. ഈ 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഹിജ്റ 2 മാർക്ക് ചോദിക്കാം, ഉമേഴ്സ് 2 മാർക്ക് ചോദിക്കാം, അബ്ദുൽ മലിക് 3 മാർക്ക് ചോദിക്കാറുണ്ട്, അബ്ബാസി റെവല്യൂഷൻ 4 മാർക്ക് ചോദിക്കാറുണ്ട്, അബ്ബാസിസിനെ കുറിച്ചും ഉമേഴ്സിനെ കുറിച്ചും 3 മാർക്ക് ചോദിക്കാറുണ്ട്, ക്രൂസേഡ്സ് 4 മാർക്ക് ചോദിക്കാറുണ്ട്. എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് എന്ത്, കോൺട്രിബ്യൂഷൻ ദ ഫീൽഡ് ഓഫ് നോളജ് ആൻഡ് കൾച്ചർ ബൈ അറബ്സ്. അറബികളുടെ സംഭാവന വാസ്തുവിദ്യയിലും പിന്നെ കലയിലും സാഹിത്യത്തിലൊക്കെ അറബികൾ നൽകിയ സംഭാവന 8 മാർക്കിന്റെ എസ്സേ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ലിറ്ററേച്ചർ ഓഫ് ആർട്ട് ഓഫ് ആർക്കിടെക്ചറിലേക്ക് കലയിലും സാഹിത്യത്തിലൊക്കെ അറബികൾ നൽകിയ സംഭാവന 8 മാർക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അരാവാക്കിയ ലുക്കായ്സ് 2 മാർക്ക് ചോദിക്കാം. ആസ്ടെക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്ടെക്കുകളെ കുറിച്ചിട്ടും ആസ്ടെക് എഡ്യൂക്കേഷൻ, ആസ്ടെക്കുകളെ കുറിച്ചിട്ടും ആസ്ടെക് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടും 4 മാർക്കിന് എക്സാമിന് ചോദിക്കും. മായൻസ്, പെറുവിലെ ഇൻകകളൊക്കെ 4 മാർക്ക് ചോദിക്കും. നൊമാഡിക് എംപയർ മൊത്തത്തിൽ 5 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള സിസ്റ്റമാണ്. കൊറിയർ സമ്പ്രദായം ചോദിക്കാം, യാസ ആൻഡ് യാമ ചോദിക്കാം, കുറിൽത്തായ് ചോദിക്കാം, ആർമി സിസ്റ്റം ചോദിക്കാം, ചെങ്കിസ് ഖാന്റെ അവരുടെ സോഷ്യൽ ലൈഫ് അഥവാ സാമൂഹിക ജീവിതം ചോദിക്കാം. പിന്നെ 3 ഓർഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഓർഡർ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ 3 ഓർഡറും കൂടി കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യാം, 8 മാർക്കിന്റെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 3 ഓർഡേഴ്സ് അഥവാ 3 ക്രമങ്ങളിൽ 3 ഓർഡർ അഥവാ 3 ക്രമങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യാറുണ്ട്, 8 മാർക്കിന്റെ എസ്സേ ചോദിക്കാറുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ 4th ഓർഡറും 14th സെഞ്ചുറി ക്രൈസിസ് ഒക്കെ 2, 3, 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻസ് ആണ്. പിന്നെ നമ്മൾ ചേഞ്ചിങ് കൾച്ചർ ട്രഡീഷനിലേക്ക് വരുമ്പോൾ ഹ്യൂമനിസം ഡെഫിനിഷൻ 2 മാർക്ക് ചോദിക്കാം. റിവൈവൽ ഓഫ് ഇറ്റാലിയൻ സിറ്റീസ് 2 മാർക്ക് ചോദിക്കാം. ഈ 4 സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാ, ഈ 4 ടോപ്പിക്കുകളും കൂടി കൂട്ടിച്ചേർത്തിട്ട് 8 മാർക്കിന്റെ എസ്സേ ചോദിക്കാറുണ്ട്. അതായത് ഹൗ ഹ്യൂമനിസം ഡെവലപ്ഡ് ഇൻ യൂറോപ്പ്, യൂറോപ്പിൽ എങ്ങനെയാണ് മാനവികത വളർന്നു വന്നത്, അതിന് ഹിന്റായിട്ട് എന്തൊക്കെ തരും, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമനിസം, സർവകലാശാലയും മാനവികതയും, അതുപോലെ ആർക്കിടെക്ചർ, വാസ്തുവിദ്യ, സ്ത്രീകളുടെ അഭിലാഷങ്ങൾ, അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് 8 മാർക്കിന്റെ എസ്സേ ചോദിക്കാറുണ്ട്. പിന്നെ കോപ്പർനിക്കൻ റെവല്യൂഷനും അതേപോലെ റിഫോർമേഷൻ മൂവ്മെന്റ് ആൻഡ് കൗണ്ടർ റിഫോർമേഷൻ മൂവ്മെന്റ്, പ്രതിമത നവീകരണ പ്രസ്ഥാനവും അതുപോലെ മതനവീകരണ പ്രസ്ഥാനവും രണ്ടും എന്ത് ചെയ്യാറുണ്ട്, 4 മാർക്കിന് 5 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. കോപ്പർനിക്കൻ റെവല്യൂഷൻ പഠിച്ചു വെക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഏജ് ഓഫ് ഡിസ്കവറീസിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്തത്, ബ്രിട്ടനിലാണ്. ബ്രിട്ടനിൽ തന്നെ എന്തുകൊണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതായത് വ്യവസായ വിപ്ലവം ആരംഭിച്ച് എക്സാമിന് ചോദിക്കും. പിന്നെ അവിടുത്തെ കോട്ടൺ ഇൻഡസ്ട്രി യൂസ് ചെയ്ത മെഷീൻസ്, സ്പിന്നിങ് ജെന്നി, ഫ്ലൈയിങ് ഷട്ടിൽ പോലുള്ള ഉപകരണങ്ങളുണ്ട്, അതിൻ്റെ പേരും അത് കണ്ടുപിടിച്ച ആളുകളുടെ പേരും, അതുപോലെ എബ്രഹാം ഡെർബിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇത് ഈ കനാൽ ആൻഡ് റെയിൽവേ 4 മാർക്ക് ചോദിക്കാറുണ്ട്. എഫക്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ അത് 4 മാർക്ക് ചോദിക്കാറുണ്ട്. ലുദ്ദിസം ആൻഡ് പിത്തൂർ മസാക്കർ 4 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലോസ്, നിയമങ്ങൾ. ചിലപ്പോൾ ഈ ടോപ്പിക്ക് ഞാനിവിടെ ഇങ്ങനെ ബോക്സിൽ മാർക്ക് ചെയ്ത ടോപ്പിക്ക് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യാം, ചിലപ്പം 8 മാർക്കിന് ചോദിച്ചേക്കാം. പക്ഷേ ഈ തവണ ചോദിക്കാൻ ചാൻസ് കുറവാണ്. എസ്സേ എന്നാലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ ചോദിക്കാം. ഡിസ്പ്ലേസിംഗ് ഇൻഡിജിനസ് പീപ്പിൾ, ഗോൾഡ് റഷ്, സ്വർണ്ണപ്രവാഹം എന്തായാലും പഠിച്ചു വെച്ചോ, അത് എക്സാമിന് ചോദിക്കാം. ഓസ്ട്രേലിയ, എക്സ്പാൻഷൻ ഓഫ് USA, അവിടുത്തെ സ്ലേവറി, അടിമത്തത്തിന്റെ അവസ്ഥ, അതും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ മേജർ റിസ്റ്റോറേഷൻ 10ാമത്തെ ചാപ്റ്ററിൽ പാത്രിക മോഡേണൈസേഷൻ, മേജർ റിസ്റ്റോറേഷൻ, മേജർ പുനഃസ്ഥാപനം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെവലപ്മെന്റ് ഓഫ് ജപ്പാൻ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്യാസൻ 3 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ലോങ് മാർച്ച് ആൻഡ് മാവോസ് ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്രോണോളജിക്കൽ ഓർഡർ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതാണ് എന്ത് പ്ലസ് 1 ഹിസ്റ്ററി നിങ്ങൾ മൊത്തത്തിൽ പഠിക്കുന്നത്. മാപ്പും ക്രോണോളജിക്കൽ ഓർഡർ കേട്ടോ, മാപ്പ് മാർക്കിങ്ങും ക്രോണോളജിക്കൽ ഓർഡറും
നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. രണ്ടിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ എത്തിയിട്ടുണ്ട്, നിർബന്ധമായിട്ടും കണ്ടുവെച്ചോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. വളരെ നന്നായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഇതിനുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലൈവിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി മോഡൽ എക്സാമിന് ശേഷം അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. ബാച്ചിനെ കുറിച്ച് അറിയാൻ നിങ്ങൾ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.